നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ട്രോളിംഗ് നിരോധനത്തിന് തുടക്കം. തീരപ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് തൊഴിലാളി കുടുംബങ്ങൾക്ക് ഇത് വറുതിയുടെ പെരുമഴക്കാലം. പരമ്പരാഗത മത്സ്യബന്ധന മേഖലയ്ക്ക് ഉണർവ്. ഷൊർണൂരിൽ നഗരസഭയുടെ പ്രതിഭാസംഗമം. SSLC+2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയവരെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും ആദരിച്ചു. പാലക്കാട്ട് സമഗ്രയുടെ വിജ്ഞാനജ്വാല. റിയയും ടൈറയും മണ്ണൂരിന് നിത്യനൊമ്പരം. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച അമ്മയ്ക്കും 7 വയസ്സുകാരിയായ മകൾക്കും കണ്ണീർ പ്രണാമം. വാർത്തകൾ വിശദമായി. വറുതിയുടെ പെരുമഴക്കാലവുമായി ട്രോളിംഗ് നിരോധനത്തിന് തുടക്കം. ഇനിയുള്ള ദിവസങ്ങളിൽ കേരള തീരത്ത് യന്ത്രവൽകൃത വള്ളങ്ങൾക്ക് മത്സ്യബന്ധനം നടത്താനാകില്ല. പരമ്പരാഗത വള്ളങ്ങളിൽ മീൻ പിടിക്കാൻ പോകുന്നതിന് വിലക്കില്ല. ഇന്നലെ അർദ്ധരാത്രി മുതൽ നിലവിൽ വന്ന ട്രോളിംഗ് നിരോധനം അഴീക്കോട് മുനമ്പം മേഖലയിലെ 15,000-ഓളം തൊഴിലാളികളെയാണ് നേരിട്ട് പ്രതിസന്ധിയിലാക്കുന്നത്. ഇന്ധനവില വർധനവും മത്സ്യക്ഷാമവും മൂലം മത്സ്യബന്ധന മേഖല പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ട്രോളിംഗ് നിരോധനം വന്നെത്തുന്നത്. ദിവസങ്ങളോളം കടലിൽ തങ്ങി മത്സ്യബന്ധനം നടത്തുന്ന വലിയ ബോട്ടുകൾക്കും 24 മണിക്കൂർ മാത്രം കടലിൽ കഴിയുന്ന ചെറിയ ബോട്ടുകൾക്കും ഒരേ രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഇക്കുറിയും ഉയർന്നിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനകാലം പൊതുവെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയ്ക്ക് ഉണർവിൻ്റെ കാലമാണ്. എന്നാൽ ഇക്കുറി കൊച്ചി ബേപ്പൂർ കപ്പലപകടങ്ങൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളിലും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ചെറിയ ബോട്ടുകൾക്ക് ട്രോളിംഗ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കണമെന്ന് ബോട്ട് ജീവനക്കാരനും പൊതുപ്രവർത്തകനുമായ നൌഷാദ് കൈതവളപ്പിൽ ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ പരമ്പരാഗത തൊഴിലാളികൾക്ക് മത്സ്യം പിടിക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല എന്നുള്ളതും ഈ കാലയളവിലെ ഒരു സുപ്രധാന തീരുമാനമാണ്. എല്ലാ ട്രോളിംഗ് നിരോധന സമയത്തും അങ്ങനെ തന്നെയാണ് സർക്കാർ തീരുമാനമെടുക്കാറുള്ളത്. ഈ കേരളത്തിലെ മത്സ്യ മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് അനുഭവിക്കുന്നതെന്ന് എല്ലാവരും തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളും അതിൻ്റെ നടത്തിപ്പുകാരും എല്ലാവരും തന്നെ കഴിഞ്ഞ 1-2 വർഷക്കാലമായി മത്സ്യ സമ്പത്തിൻ്റെ ലഭ്യതയിൽ വന്നിട്ടുള്ള ഇടിവിൻ്റെ ഭാഗമായി അവരെല്ലാവരും തന്നെ വലിയ കടത്തിലും കടക്കെണിയിലുമാണ് ഇന്നുള്ളത്. അതിനൊപ്പം തന്നെയാണ് ഈ ട്രോളിംഗ് നിരോധനം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ട്രോളറുകൾ, ബോട്ടുകൾ വല്ലാത്ത പ്രയാസത്തിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ സൂചിപ്പിച്ച പോലെ, മുൻ വർഷങ്ങളിലൊക്കെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഈ ട്രോളിംഗ് നിരോധനത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് കൃത്യമായൊരു പഠനം സർക്കാർ തലത്തിൽ നടത്തുകയും ബോട്ടുകളുടെ കാറ്റഗറി തിരിച്ചുകൊണ്ട് ട്രോളിംഗ് നിരോധന സമയത്ത് കടലിൽ കഴിയാവുന്ന ബോട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളൊപ്പം തന്നെ മീൻ പിടിക്കാനുള്ള അനുവാദം കൂടി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കെനിയയിൽ ടൂറിസ്റ്റ് വാഹനം കൊക്കയിൽ മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച മണ്ണൂർ സ്വദേശികളായ അമ്മയുടെയും മകളുടെയും മരണം നാടിന് നൊമ്പരമായി. ചൊവ്വാഴ്ച രാവിലെയാണ് മരണം വീട്ടുകാർ സ്ഥിരീകരിച്ചത്. ജൂൺ 28-ന് നാട്ടിൽ വരാനിരിക്കെയാണ് ദുരന്തവിധി മാതാപിതാക്കളെ തേടിയെത്തിയത്. മണ്ണൂർ കാഞ്ഞിരമ്പാറ പുത്തൻ വീട്ടിൽ രാധാകൃഷ്ണൻ ശാന്തി ദമ്പതികളുടെ മകൾ 41 വയസ്സുള്ള റിയയും റിയയുടെ 7 വയസ്സുള്ള മകൾ ടൈറയുമാണ് അപകടത്തിൽ മരിച്ചത്. എല്ലാ വർഷവും 1 മാസം ലീവിൽ ഇവർ വീട്ടിൽ വന്ന് പോകാറുണ്ട്. 6 വർഷമായി റിയയും ഭർത്താവും അടങ്ങുന്ന കുടുംബം ഖത്തറിലെ ബക്രയിലാണ് താമസം. മരിച്ച റിയ ദോഹ എയർപോർട്ടിലാണ് ജോലി ചെയ്തു വരുന്നത്. ഭർത്താവ് ജോയൽ ഖത്തറിൽ ട്രാവൽ ഏജൻസി നടത്തിവരുന്നു. ഈ മാസം 28-ന് മകളുടെയും പേരമക്കളുടെയും വരവും കാത്തിരിക്കെയാണ് മരണം കുടുംബത്തെ തേടിയെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 6-നാണ് അപകടമുണ്ടായത്. അപകടം സംഭവിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് കുടുംബവുമായി റിയ ബന്ധപ്പെട്ടിരുന്നു. അപകടത്തിൽ ഭർത്താവ് ജോയലും മകൻ ട്രാവിസും പരിക്കേറ്റ ചികിത്സയിലാണ്. ബക്രീദിന്റെ ഭാഗമായി ഖത്തറിൽ നിന്നും ഇവരടങ്ങുന്ന സംഘം ടൂർ പോകുന്നതിനിടെ കെനിയയിലെ നൈറോബിയിൽ ഇവർ സഞ്ചരിച്ച ബസ് കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടം. ജൂൺ 5-നാണ് കെനിയയിലേക്ക് ഗ്രൂപ്പ് ടൂർ പോയത്. ടൂർ കഴിഞ്ഞ് ജൂൺ 10-ന് ഖത്തറിലേക്ക് തിരിച്ചെത്തേണ്ടതായിരുന്നു. മരണവാർത്ത അറിഞ്ഞതോടെ നിരവധി പേരാണ് മണ്ണൂർ കാഞ്ഞിരമ്പാറയിലെ ഋഷി മൻസിലിൽ എത്തിയത്. MLA ശാന്തകുമാരി കുടുംബവുമായി ബന്ധപ്പെട്ടു. തുടർന്ന് മുഖ്യമന്ത്രിയുമായും ബന്ധപ്പെട്ട് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടത്തിവരുന്നതായി അറിയിച്ചു. സംഭവമറിഞ്ഞ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും വീട്ടിലെത്തി. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ എന്നിവരും സ്ഥലത്തെത്തി. ഇന്ന് കാലത്താണ് റിയയും അതുപോലെ തന്നെ അവരുടെ മകൾ ടൈറയും മരണപ്പെടുകയും ഭർത്താവും അതുപോലെ തന്നെ മോനും
പരിക്കുകളോടെ ചികിത്സയിലുമാണ് എന്നുള്ള വിവരം അറിയാൻ വേണ്ടി കഴിഞ്ഞത്. വിവരം അറിഞ്ഞ മാത്രയിൽ കോങ്ങാട് MLA അഡ്വക്കേറ്റ് ശാന്തകുമാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോർക്കയും അതുപോലെ തന്നെ കെനിയൻ ഹൈ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ആവശ്യമായ ചികിത്സയും മരണമടഞ്ഞവരെ അടിയന്തരമായി നാട്ടിൽ എത്തിക്കാൻ വേണ്ട ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നാട്ടിലെത്തിച്ച ശേഷം മണ്ണൂരിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഭർത്താവ് ജോയലിന്റെ നാടായ പോതന്നൂരിലേക്ക് കൊണ്ടുപോകും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ സ്കൂളുകളെയുമാണ് അനുമോദിച്ചത്. അയ്യങ്കാളി ഹാളിൽ നടന്ന അനുമോദന സദസ്സ് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പുതിയ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പഠനത്തിന്റെ രീതികളിലാണ്. അതോടൊപ്പം തന്നെ സ്വാഭാവികമായി വിദ്യാർത്ഥികളുടെ പൊതുവായിട്ടുള്ള ഒരു മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോഴുള്ള വിദ്യാർത്ഥികളൊക്കെ മോശമാണ് എന്ന മട്ടിൽ പറയുന്നതിലാണ്. അനുമോദന ചടങ്ങിൽ നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ P. ജിഷ, ഫാത്തിമത്ത് ഫർസാന, നഗരസഭാ സെക്രട്ടറി PS. രാജേഷ്, ക്ലീൻ സിറ്റി മാനേജർ KC അശോക് എന്നിവർ പ്രസംഗിച്ചു. പാലക്കാട് ഒറ്റപ്പാലം ബ്ലോക്ക് ക്ലസ്റ്റർ കുടുംബശ്രീ അരങ്ങ സർഗോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ഷൊർണൂർ കുടുംബശ്രീയെയും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, നാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കലാം ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്, കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയിൽ ഇടം പിടിച്ച പ്രതിഭ ദേവദത്ത് ദീപകിനെയും ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് സമഗ്ര വെൽനസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി വിജ്ഞാനജ്വാല 2025 സംഘടിപ്പിച്ചു. മുട്ടിക്കുളങ്ങര MA ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സമ്മേളനം +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ പാലക്കാട് ബിഗ് ബസാർ സ്കൂൾ വിദ്യാർത്ഥി ഡാനിഷ് അഹമ്മദ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. +2-ൽ 75% മാർക്ക് നേടിയ പാലക്കാട് ജില്ലയിലെ 600 വിദ്യാർത്ഥികളെയാണ് വിജ്ഞാനജ്വാല 2025 എന്ന പേരിൽ അനുമോദിച്ചത്. അനുമോദന സമ്മേളനം 1200-ൽ 1200 മാർക്കും കരസ്ഥമാക്കിയ ബിഗ് ബസാർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ഡാനിഷ് അഹമ്മദ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഗൺഷൂട്ട് നാഷണൽ വിന്നർ ശരണ്യാദേവി മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ സോളമൻ പയസ്, ലിബിൻ, TS വാണി, ജോസ് ചാലക്കൽ, ധന്യ, നീനു സണ്ണി, പ്രേംജിത്ത് കരിമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ ഗൈഡൻസ് ക്ലാസുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ കൈമകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ നവീകരണം നടത്താൻ തീരുമാനമായതായി മണ്ണൂർ കൈമകുന്നത്തുകാവ് ക്ഷേത്രം ട്രസ്റ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരി ക്ഷേത്രം തന്ത്രി ആചാരപ്രകാരമുള്ള അഷ്ടമംഗല്യ പ്രശ്നം നടത്തി പരിഹാരക്രിയകളും നവീകരണ കലശവും നടത്തുവാനും തീരുമാനമായി. നവീകരണം സമയോചിതമായി പൂർത്തീകരിക്കുമെന്നും ട്രസ്റ്റി ബോർഡ് അറിയിച്ചു. ശ്രീകോവിലിനെ സംബന്ധിച്ച് അല്പസ്വല്പം അപാകതകൾ കാണിക്കപ്പെടുന്നു. അതിനെ പരിഹരിക്കുവാൻ കാണിപ്പയ്യൂർ കുട്ടനമ്പൂതിരിപ്പാട്ടിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് നോക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം താന്ത്രിക വിധിപ്രകാരം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമുക്ക് ശ്രീകോവിലിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം കൂടാതെ നമുക്ക് ശ്രീകോവിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അദ്ദേഹം അടുത്ത ദിവസം തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ന ശേഷം ഭഗവതിയുടെ മഴവെള്ളാത്ത സംവിധാനം ആദ്യം ഏർപ്പെടുത്തുകയും അതിനുശേഷം നവീകരണം അഷ്ടമംഗല്യ പ്രശ്നം നടത്തി അപാകതകൾ തീർത്ത് നവീകരണ കലശം ശുദ്ധികലശവും നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. അതിന് വേണ്ട ആദ്യ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ക്രമേണ അത് പടിപടിയായി എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി നടത്തുവാൻ ട്രസ്റ്റി ബോർഡ് തീരുമാനിച്ചിട്ടുള്ള വിവരം പൊതുജനങ്ങളെ
അറിയിക്കുന്നു. ഷൊർണൂർ പെൻഷനേഴ്സ് കൂട്ടായ്മയും സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷനും സംയുക്തമായി SSLC+2 വിജയികളെ അനുമോദിച്ചു. കൗൺസിലർ പി ജിഷ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ മുണ്ടായ ഫസ്റ്റ് യൂണിറ്റിന്റെയും പെൻഷനേഴ്സ് കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 24-ാം വാർഡിലെ SSLC+2 വിജയികളെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. മുണ്ടായ സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങ് കൗൺസിലർ പി ജിഷ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ടി കുമാരൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി എൻ മുണ്ടൻ സ്വാഗതം പറഞ്ഞു. മേഖലാ ട്രഷറർ എൻ ലോഹിതാക്ഷൻ, ജോയിന്റ് സെക്രട്ടറി കെ ടി രാമചന്ദ്രൻ, TR സന്തോഷ് കുമാർ, യൂണിറ്റ് ട്രഷറർ പി പത്മിനി, ജോയിന്റ് സെക്രട്ടറി NP സരസ്വതി, മേഖലാ സെക്രട്ടറി കെ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ഞങ്ങളൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നതിൻ്റെ വേറൊരു സംവിധാനത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ഇത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഇവിടുത്തെ സ്കൂളുകളിലാണ് പഠിക്കുന്നത്. എൻ്റെ മകളൊരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ സ്കൂളിൽ ഒരു മാസം ഒരു കുട്ടിക്ക് പഠിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസം 25,000 രൂപ വേണം ഫീസ്. അവിടേക്ക് നമ്മളിതൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ബുക്കും കൂടെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാം ഓൺലൈനിലായിട്ട് പഠിക്കുകയാണ്. കുട്ടി ടീച്ചറെന്ന് വിളിക്കില്ല, മാഡം എന്ന് വിളിക്കില്ല, യാതൊന്നുമില്ല. കുട്ടികൾ എന്താ വിളിക്കുക? ന്യൂസ് സെന്റർ ഷൊർണൂർ. ഭിന്നശേഷിക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മുച്ചക്ര വാഹനം വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സൈഡ് വീൽ ഘടിപ്പിച്ച വാഹനം വാങ്ങിയത്. വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ശാലിനി കറുപ്പേഷ്, മാധുരി പത്മനാഭൻ, പ്രീത മോഹൻദാസ്, R ചന്ദ്രൻ, M ശ്രീധരൻ, MH സഫ്ദർ ഷെരീഫ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി M രാമൻകുട്ടി, സാമൂഹ്യനീതി ഓഫീസർ V അശ്വതി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റെയിൽവേ ഫെൻസിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാണിയംകുളം ചോറൂടൂർ തെക്കുമുറി പ്രദേശവാസികൾ നേരിടുന്ന പ്രതിസന്ധി ഒഴിവാക്കാൻ നടപടി വേണമെന്ന് BJP ആവശ്യമുന്നയിച്ച് BJP നേതാക്കൾ DRMനെയും എഞ്ചിനീയറെയും കണ്ടു. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, വാണിയംകുളം പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ AP പ്രസാദ്, CV രവീന്ദ്രൻ, P രാജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് ജനങ്ങളുടെ പ്രയാസം ബോധ്യപ്പെടുത്തിയത്. DYFI പനയൂർ ചങ്ങലംചിറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ SSLC+2 വിജയികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP സുധീർ ഉദ്ഘാടനം ചെയ്തു. സ്ഥാപനമായാലും ഈ പരീക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കുട്ടികൾ അവർ 10 വർഷക്കാലം പഠിച്ച കുട്ടികളെല്ലാവരും മികച്ച മാർക്കോടുകൂടി വിജയം നേടാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് വലിയ തുക സർക്കാർ ചെലവഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാഠപുസ്തകത്തിനും നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് DYFI ചങ്ങലംചിറ യൂണിറ്റ് പരിധിയിലെ 22ഓളം വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. DYFI കൂനത്തറ മേഖലാ ട്രഷറർ കിരൺ, ജോയിന്റ് സെക്രട്ടറി സുജിത്ത്, യൂണിറ്റ് ഭാരവാഹികളായ മഹേഷ്, ജിതിൻ, നികേഷ്, ബാലസംഘം യൂണിറ്റ് സെക്രട്ടറി അനഘ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ട്രോളിംഗ് നിരോധനത്തിന് തുടക്കം. തീരപ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് തൊഴിലാളി കുടുംബങ്ങൾക്ക് ഇത് വറുതിയുടെ പെരുമഴക്കാലം. പരമ്പരാഗത മത്സ്യബന്ധന മേഖലയ്ക്ക് ഉണർവ്. ഷൊർണൂരിൽ നഗരസഭയുടെ പ്രതിഭാസംഗമം. SSLC+2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയവരെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും ആദരിച്ചു. പാലക്കാട്ട് സമഗ്രയുടെ വിജ്ഞാനജ്വാല. റിയയും ടൈറയും മണ്ണൂരിന് നിത്യനൊമ്പരം. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച അമ്മയ്ക്കും 7 വയസ്സുകാരിയായ മകൾക്കും കണ്ണീർ പ്രണാമം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.